ബാഗിലാണ്. അപ്പൊ ഗ്രോ ബാഗിൽ നടുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ. അപ്പൊ നമുക്ക് നേരെ വീഡിയോക്ക് കിടക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഓരോരോ ചെടിയായിട്ട് ഇനി പരിചയപ്പെടുത്തി തരാം. ഇത് മുളക്, ഇത് വഴുതനങ്ങ, ഇത് കോളിഫ്ലവർ, ഇത് കാബേജ്. ഫ്രണ്ട്സ്, നമ്മൾ ഇതെല്ലാം മേടിച്ചത് നമ്മുടെ മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ നിന്നാണ്. ഫ്രണ്ട്സ്, നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഗ്രോ ബാഗിൽ നിറയ്ക്കാനുള്ള മണ്ണ് ഒരുക്കുകയാണ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം നമ്മുടെ മണ്ണിലേക്ക് കുറച്ച് കുമ്മായം മിക്സ് ചെയ്യണം. പിന്നെ നമ്മൾ അതിൽ മാക്സിമം ഒരു 2 ദിവസമെങ്കിലും വെക്കേണ്ടതാണ്. നന്നായി മിക്സ് ചെയ്യുക. നമ്മളിത് നന്നായി മിക്സ് ചെയ്യണം. എന്നിട്ട് മാക്സിമം 2-3 ദിവസം ഇത് ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഷീറ്റിൽ ഇട്ട് നമ്മൾ വെക്കേണ്ടതാണ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ 3 ദിവസം നമ്മുടെ കുമ്മായിട്ട് മണ്ണൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ കുറച്ച് കമ്പോസ്റ്റും ചകിരിച്ചോറും മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ നമ്മുടെ കഴിഞ്ഞ റംബൂട്ടാന്റെ വീഡിയോയിലും ഇത് തന്നെയാണ് ഇട്ട് കൊടുത്തത്. നിങ്ങൾ ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ അതിന്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങളൊന്ന് കയറി കാണുക. ഇനി നമ്മൾ അത് നന്നായി ഒന്ന് വെതറി കൊടുക്കാം. നിങ്ങളുടെ വീട്ടിൽ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എങ്ങനെ നമ്മുടെ മണ്ണ് നമ്മുടെ ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കണം എന്നാണ്. ആദ്യമായി നമ്മൾ ഒരു ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് പകുതി നമ്മുടെ കരിയില നിറച്ചു കൊടുക്കണം. പറ്റാവുന്നത് നിങ്ങൾ അതിലേക്ക് കരിയില മാക്സിമം നിറച്ചു കൊടുക്കുക. പകുതി മതി. നമ്മൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ നിറയ്ക്കുന്ന അത്രയ്ക്ക് തന്നെ നിങ്ങൾ നിറച്ചാൽ മതി. നിങ്ങൾക്ക് മാവിന്റെ ഇല ഉണ്ടെങ്കിൽ മാവിന്റെ ഇല നിങ്ങൾക്ക് ഇതിൽ നിറയ്ക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മണ്ണ്, ഇതിന്റെ പകുതി ഇനി ഇതിലേക്ക് നമ്മുടെ മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ നമ്മുടെ ഒരു ഗ്രോ ബാഗ് ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മള് വലുതാവും തോറും ഇതിലേക്ക് മണ്ണിട്ട് കൊടുത്താൽ മതി. ഇനി നമ്മളിത് നമ്മുടെ റംബൂട്ടാന്റെ വീഡിയോയിൽ ചെയ്ത പോലെ ഇത് മടക്കി വെച്ചിട്ട് ഇതിലിപ്പോ ഇത്ര മണ്ണ് മതി. ഇനിയിലേക്ക് ചെടി നട്ടിട്ട് നമ്മൾ റംബൂട്ടാന്റെ വീഡിയോയിൽ ചെയ്ത പോലെ നമ്മുടെ ഗ്രോ ബാഗ് പകുതി ഒന്ന് ഇങ്ങനെ മടക്കി വെക്കുക. വലുതാവും തോറും അതിലേക്ക് മണ്ണിട്ട് കൊടുക്കണം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ കോളിഫ്ലവർ ആണ് ഇതിലേക്ക് നട്ടു കൊടുക്കാൻ പോകുന്നത്. അപ്പൊ അതിനായി നമ്മളൊരു ചെറിയ കുഴി എടുക്കുക. എന്നിട്ട് സുഖമായി അതൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി. നിങ്ങക്ക് ഇങ്ങനെ സൂപ്പർ ഇത് കിട്ടിക്കോളും. വേരൊക്കെ നന്നായി പടർന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് നന്നായി ഇതിലേക്ക് വെച്ച് പിടിപ്പിക്കാം. നമ്മൾ കടയ്ക്ക് ഇങ്ങനെ അമർത്തി കൊടുക്കണം. നമ്മൾ നമ്മുടെ കോളിഫ്ലവറിന് യൂസ് ചെയ്തിരിക്കുന്നത് ഒരാഴ്ച പ്രായമുള്ള ചെടിയാണ്. അപ്പൊ നമ്മൾ അതിന്റെ കടക്കൽ നിങ്ങൾ ഇപ്പൊ കണ്ട പോലെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കണം. ഫ്രണ്ട്സ്, 2 ആഴ്ച കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വളപ്രയോഗം ഇതിൽ നടത്തേണ്ടതാണ്. അപ്പൊ അതിന്റെ വീഡിയോ നമ്മൾ വരും വീഡിയോകളായിട്ട് ഇടുന്നതാണ്. നമ്മൾ നന്നായിട്ട് വെള്ളം തെളിച്ച് കൊടുക്കും. കുത്തി ഒരിക്കലും ഒഴിക്കരുത്. നമ്മളിപ്പോ കാണുന്ന പോലെ ചെറുതായി തെളിച്ചു കൊടുക്കാനേ പാടുള്ളൂ. ഇത് വലുതാവും തോറും നിങ്ങൾക്ക് ഇതിന്റെ വെള്ളം ഒഴിച്ചു കൊടുക്കണ അളവ് കൂട്ടാവുന്നതാണ്.
അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾ ഇത് നന്നായി വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് തന്നെ വെക്കുക. ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ എല്ലാ ഗ്രോ ബാഗും നിറച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ നമ്മുടെ എല്ലാ ഗ്രോ ബാഗും നിറച്ചിട്ടുണ്ട്. നമ്മളിത് ഇപ്പൊ മാക്സിമം വെയിലല്ല, ഒരു കുറച്ച് വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് വെച്ചാൽ മതി. ഫ്രണ്ട്സ്, നിങ്ങളിപ്പോ കാണുന്നത് നമ്മുടെ കേബേജും കോളിഫ്ലവറും ഗ്രോ ബാഗിലാക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ വീടിന്റെ ടെറസിലാണ് നമ്മൾ ഈ കൃഷി ചെയ്തിരിക്കുന്നത്. എല്ലാ ഗ്രോ ബാഗും ഒരു ഓടിന്റെ മുകളിലാണ് കയറ്റി വെച്ചിരിക്കുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോ കാണുന്നത് നമ്മള് കേബേജും കോളിഫ്ലവറും മേടിക്കാൻ പോയപ്പോ നമ്മള് അവിടെ കുറച്ച് മുളകിന്റെയും വഴുതനങ്ങേന്റെയും ഒക്കെ തൈയും കൂടി കണ്ടു. അപ്പൊ അതും കൂടി മേടിച്ച് നട്ടതാണ് നിങ്ങളിപ്പോ കാണുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോ കാണുന്നത് നമ്മൾ നമ്മുടെ കേബേജും കോളിഫ്ലവറും മേടിക്കാൻ പോയപ്പോ അവിടെ ഒരു വപ്പ തൈയും കൂടി കണ്ടു. ഇതൊരു സ്പെഷ്യൽ വപ്പ തൈയാണ്. എന്താ വെച്ചാൽ എന്റെ ഹൈറ്റ് വരുമ്പോഴേക്കും ഇതിൽ നിറച്ച് വപ്പക്കായ ഉണ്ടാവുന്നതാണ് അവര് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇതൊരു ടെസ്റ്റ് ആണ്. അപ്പൊ നമ്മളിത് നട്ടിക്കണതൊക്കെ നമ്മുടെ ഗ്രോ ബാഗിലാണ്. നിങ്ങൾക്കിപ്പോ ശ്രദ്ധിച്ചാൽ കാണാം, നമ്മളൊക്കെ നട്ടിരിക്കുന്നത് ഒരു ഗ്രോ ബാഗിലാണ്. നമ്മളിത് ഒരു ഓടിന്റെ മേലില് ഒരു ഗ്രോ ബാഗ് കയറ്റി വെച്ചിട്ടാണ് നട്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഓരോരോ പരീക്ഷണങ്ങളാണ്. ഇത് വിജയിക്കുമെന്ന് നമ്മൾക്കറിയില്ല. എന്നാലും നമ്മൾ പരീക്ഷണങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിന് ഒരെണ്ണം ചെയ്തതാണിത്. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ കുറച്ച് മണ്ണിര ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രോ ബാഗിക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ അതിന് നല്ല ഒരു മണ്ണിളക്കം തന്നെ നമ്മുടെ മണ്ണിര ഉണ്ടാക്കും. നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രോ ബാഗിൽ എന്തായാലും ഇങ്ങനെ ഒരു മണ്ണിര ഇടുന്നത്. 1, 2, 3 നമ്മളിപ്പോ ഇതില് ഒരു വലിയ 3 എണ്ണാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ 3 എണ്ണൊക്കെ ഇടാവുന്നതാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂടി കൊടുക്കുക അവരെ. ഫ്രണ്ട്സ്, നിങ്ങൾക്കിപ്പോ കാണാൻ വരും മണ്ണിന്റെ അടിക്ക് ഇങ്ങനെ പതുക്കെ പോകുന്നത്. നിങ്ങൾക്കിപ്പോ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവര് അറിയപ്പെടുന്നത് കർഷകരുടെ മിത്രം എന്നൊരു പേരിലാണ് ഇവര് അറിയപ്പെടുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ കൊറേ തക്കാളി ഇങ്ങനെ പഴുത്തക്കണ കാണാം. അപ്പൊ ഇത് ഇനി കൊറേ നാൾ നിന്നത് ചെയ്യത് കാരണം നമ്മളിപ്പോ ഇതിന്റെ വിളവെടുപ്പും കൂടി എടുക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. നന്നായി പഴുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കത് ഓരോന്നായി പൊട്ടിക്കാം. നമ്മൾ താഴേക്ക് പോവാണ്ട് ശ്രദ്ധിച്ചിട്ട് പൊട്ടിക്കണം. അല്ലെങ്കിൽ എല്ലാം താഴേക്ക് പോവും. ഒരു കൂട്ടം തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങളിപ്പോ കാണാൻ വിചാരിക്കുന്നു. നല്ല ഭംഗിയാണ് ഈ തക്കാളിനെ കാണാൻ. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് അറിയായിരിക്കും കർഷകരുടെ വൃത്തം. ഹലോ ഫ്രണ്ട്സ്, എന്റെ പേര് നിവേദിൽ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രഞ്ജിസ് വ്ലോഗ്. അപ്പൊ നമ്മുടെ ഈ മാസം എന്ന് വെച്ചാൽ ഒക്ടോബർ ആണ്. ഒക്ടോബറിൽ കൃഷി ചെയ്യാൻ പറ്റിയ 2 വിഭവം എന്ന് പറഞ്ഞാൽ അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇതൊക്കെ മേടിച്ചത് നമ്മുടെ മണ്ണുത്തി കാർഷിക സർവകലാശാലയെന്നാണ്. ഫ്രണ്ട്സ്, അപ്പൊ ഇതിന്റെ വളപ്രയോഗത്തിന്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ വരുന്നതാണ്. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക. അപ്പൊ ഞങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. സോ ഇറ്റ്സ് രഞ്ജിസ് വ്ലോഗ് സൈനിങ് ഔട്ട്.